ഫ്രണ്ടിന്ന് മാറാ Yes, so hi, hello everyone, good evening and happy Christmas. എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവാരത്തിലാണ് നമ്മളൊക്കെ എന്നറിയാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇരട്ടി മധുരം എന്നോളം മലയാള സിനിമയ്ക്ക് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഹിറ്റ് ചിത്രത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് ഏട്ടന്റെ ബബബ അല്ലെ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം കൂടിയും അതിനേക്കാൾ ഉപരിയായിട്ട് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും കാണുക എന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ടീം ബബബ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത്. സുസ്വാഗതം. ഞാൻ അതിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു ചിത്രത്തിന്റെ ഒരു ആഘോഷ നിമിഷത്തിലെ ഈ ഒരു ഭാഗമാവേതിന്റെ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള നന്ദി കൂടി ഈ സമയം അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇരിക്കാം. അതിനുശേഷം നമുക്ക് വിശേഷങ്ങളിലോട്ടും ആഘോഷത്തിന്റെ കുറേയധികം സംസാരങ്ങളിലോട്ടും പോകേണ്ടതുണ്ട്. യെസ്, തീർച്ചയായിട്ടും എപ്പോഴും മലയാള സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സമയത്ത് ദിലീപേട്ടൻ ചിത്രം വരുമോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അമിതാഹ്ലാദമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു അമിത പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് ഒട്ടും തെറ്റിക്കാതെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അല്ലെ അഴിഞ്ഞാട്ടമായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ അതിനേക്കാൾ ഉപരിയായിട്ടൊരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ എത്രത്തോളം ആവേശം മലയാള സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുമോ അതിന്റെ മാക്സിമം കൊടുക്കാൻ ടീം ബബബയ്ക്ക് സാധിച്ചു. ആ ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒരു ജനപ്രിയ ചിത്രമായിട്ട് മാറി എന്നുള്ളതിന്റെ ഒരു തെളിവ് ഒരു കൈയിലൂടെ ഒന്ന് കാണിച്ചേ കേട്ടെ. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു ആഘോഷത്തിന്റെ സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഈ ഒരു സമയമുണ്ട്. സോ അവരെല്ലാവരിലേക്കും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി നിർമ്മിച്ച ഫഹീം ആൻഡ് നൂറിൻ രണ്ടുപേരുടെ രചനയിൽ നവാഗതനായിട്ടുള്ള ധനജയ് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ബബബ ഇന്ന് 8 ദിവസം കൊണ്ട് 50 കോടി ക്ലബും കഴിഞ്ഞ് സത്യത്തിൽ പോകുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ആവേശവും ആഘോഷവും അല്ലേ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഈ ഒരു ആഘോഷ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ സമയം ക്ഷണിക്കുന്നത് നമ്മുടെ ഈ ഒരു ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഡ്രീം ബിഗ് ഫിലിംസിന്റെ സാരഥി നമുക്കൊക്കെ പ്രിയപ്പെട്ട സുൽത്താനെയാണ്. സോ ഏകദേശം 450-ലധികം സ്ക്രീനിൽ ഇന്ന് ഈ ചിത്രം ഏറ്റവും ആഘോഷപൂർവ്വം മൂടി കൊണ്ടുപോകുമ്പോൾ സുൽത്താൻ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ആദ്യമേ ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സൗമനസ്യം കാണിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ നന്ദി. അതേപോലെ ഈ ഫംഗ്ഷനിലേക്കുള്ള സ്വാഗതം കൂടി പറഞ്ഞോളുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഈ ചിത്രം ഡിസംബർ 18-നാണ് ലോകമാകെ റിലീസ് ചെയ്ത് അന്ന് ഡിസംബർ 18-ന് കേരളത്തിൽ രാവിലെ 8 മണി തൊട്ടാണ് ഷോ തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ ഈവനിങ് തൊട്ടാണ് അന്ന് ഷോ നടത്തിയത്. ആദ്യത്തെ ദിവസം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ഡേ 1 കളക്ഷനുള്ള റെക്കോർഡ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി നമ്മുടെ ബബബ മാറി എന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഏകദേശം ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 2ാം സ്ഥാനമാണ്. ആദ്യത്തെ ദിനത്തിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന 2 മലയാള ചിത്രങ്ങളേ ഉള്ളൂ മലയാള സിനിമയിൽ കേരള ബോക്സ് ഓഫീസ് ഡേ 1-ൽ. അതിൽ രണ്ടാമത്തത് ബബബയാണ്. അതേപോലെ ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ ചിത്രം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം വാരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, 2ാം വാരത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടുവാൻ ബബബ പോവുകയാണ്. 50 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ചിത്രത്തിന് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ 2ാം വാരത്തിലും 200-ലധികം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ ഒരു സക്സസ്സിന് നിങ്ങളെവരുടെയും മീഡിയ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മറ്റു താരങ്ങളും അണിയറക്കാരും പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ആദ്യ ചിത്രത്തിൽ തന്നെ ഹിറ്റടിക്കുക എന്ന അപൂർവ നേട്ടത്തിന് അല്ലെ നവാഗതരിൽ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു.
പക്ഷേ ഇത്രത്തോളം താരങ്ങളെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട്. ആ സംവിധാന മികവിൽ ഒട്ടും കുറവ് വരുത്താതെ ഒരുപക്ഷെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മലയാളികൾക്ക് നൽകി ഏറ്റവും മികച്ച വിരുന്നിലെ പുറകിലെ ആ സംവിധായക മികവ്. ദ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് മിസ്റ്റർ. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി കാണുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുഹിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ ഇത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ ദിലീപേട്ടനെയും ലാലേട്ടനെയും വിനീതേട്ടനെയും ധ്യാനേട്ടനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യമായിട്ടും അത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഞാൻ കാണുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ദിലീപേട്ടനെ അല്ലെ 2 കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഫേസ് സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര സിമിലൻസ് ആയിട്ട് ഒരു പക്ക ഒരു കാസ്റ്റിംഗ് നമ്മൾ കണ്ടു. ആൻഡ് സത്യ അതിൻ്റെ ചെറുപ്പകാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് സിനിമയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. സോ യെസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതിൽ തന്നെ ഈ ഒരു റോളിൽ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതുകൂടാണ്ട് താങ്ക് യു ടു ഗോപാലൻ സർ, കൃഷ്ണമൂർത്തി ചേട്ടൻ, പിന്നെ DJ ആൻഡ് മവൻ. ഭയങ്കര ഒരു വലിയൊരു മൂമെൻ്റ് തന്നെയാണ്. ഇതേപോലത്തെ ഒരു വലിയൊരു സിനിമയിൽ തന്നെ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ കിട്ടിയൊരു ചാൻസിന് ഞാൻ ദൈവത്തിനോടും നന്ദി പറയുന്നു. സോ താങ്ക് യു. യെസ്. ആൻഡ് നവമാധ്യമങ്ങളിലൂടെ വന്ന് ബിസ്ക്രീനിലോട്ട് ചേക്കേറിയ ഒരു പ്രിയ താരം നമുക്കിടയിൽ ഇരിപ്പുണ്ട്. ഒരു പക്ഷേ അല്ലെ പ്രേമലൂല സുബിനിലൂടെ വന്ന് ഇന്ന് ഒരു പക്ഷെ പതിഞ്ഞ ശബ്ദത്തിൽ ഇത്രത്തോളം കൗണ്ടർ അടിക്കാനുള്ള കഴിവുള്ള മറ്റൊരാളുണ്ടോ എന്നുള്ള സംശയമാണ്. സോ യെസ്. സോ തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹം ഒരു പക്ഷേ നമുക്ക് വേദിയിൽ തന്നെ 2 ഗാന്മാർ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സോ ഷമീർ ഖാൻ പ്ലീസ്. ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച DJക്കും ഗോകുലം മൂവീസിനും എല്ലാവർക്കും നന്ദി, സന്തോഷം. വാക്കുകൾ വളരെ ചുരുക്കിയിട്ടുണ്ട് അല്ലെ. ഇനി ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എന്തായാലും ശിവനുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വരുന്ന സിനിമാ പ്രൊമോഷനിലൂടെയൊക്കെ ഈ സാന്നിധ്യമില്ലാതെ നമുക്ക് പൂർണ്ണമാവില്ല. നമുക്കറിയാം ഒരു പക്ഷേ 2025 2ാം പകുതിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ഇല്ലാതെ അല്ലെ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ ജിബി ചേട്ടൻ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റടിക്കും എന്നുള്ളൊരു തരത്തിലോട്ട് വരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം ബബ്ബയിലും ഒരു മികച്ച വേഷമായിട്ട് ജീവിതത്തിലും സിനിമയിലും മികച്ച പോലീസ് വേഷങ്ങളിലൂടെ ജിബി ചേട്ടൻ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. സോ പ്ലീസ്. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. വർഷത്തിൻ്റെ അവസാനവും നല്ലൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ദിലീപേട്ടനോടും ഈ ഒരു ടീമിനോടും ഒപ്പം ഈ വർഷം കഴിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. എല്ലാ സപ്പോർട്ടും നൽകിയ നിങ്ങളെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യെസ്. ഒരു 30 സെക്കൻഡ്സ് തിരു അഭിലാഷേ എന്നുള്ള വന്മരം വീണിരിക്കുന്നു. ഇനി മധു ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നുള്ള തരത്തിലേക്ക് പുതിയൊരു ഹിറ്റ് ഡയലോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സെന്തിൽ ബ്രോ. യെസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഗോകുലം മൂവീസിൻ്റെ ഞാൻ അഭിനയിക്കുന്ന 2ാമത്തെ പടമാണ്. 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആണ് അതിന് മുൻപ് ഞാൻ അഭിനയിച്ചത്, ഗോകുലം മൂവീസിൻ്റെ. അപ്പോൾ ഇതിൽ എന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ധനഞ്ജയനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ പുതിയ ഇനി വരുന്ന വർഷം ഒരു നല്ല തുടക്കമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലമുറകളുടെ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബിഗ് സ്ക്രീനിൽ നമ്മൾ ലാലേട്ടൻ നമ്മൾ കണ്ടു റിയൽ ഓച്ചിയായിട്ട്. പക്ഷേ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഒരു ജെൻസി ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വേഷപ്പകർച്ചയിലൂടെ നമ്മൾക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് അല്ലെ. ആരാണ്? യെസ്. ഒരുപക്ഷെ ഇത്രയധികം സിനിമകളിലൂടെ ഈ കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്കൊപ്പം തന്നെ വേഷവിധാനത്തിലും അപ്ഡേറ്റ്സിലൂടെ നമ്മളൊക്കെ യൂത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് കോമ്പറ്റീറ്റർ റിയാസ് ഖാൻ. സോ റിയാസ് ഖാൻ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. പ്രസ് മീഡിയ, താങ്ക്സ് ടു പ്രസ് ആൻഡ് മീഡിയ. നിങ്ങൾ ഈ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ
First of all, thanks to the director, Dhananjayan sir, and Gokulam Movies, Gokulam Gopalan sir. Thanks to the entire team, technicians, thanking എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പാത്രം കഴുകുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലക്കി തരുന്ന ആൾക്കാർ വരെയും ടു ദ ബോട്ടം ലെവൽ എന്ന് പറയുന്നില്ല, അതിൻ്റെ അർത്ഥം എല്ലാവരെയും അത്രയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു എവറിബഡി. ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല, ഇത്രയും വലിയ വിക്ടറി ഇല്ല. എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റാണ്. ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പുരം എന്നൊരു സ്ഥലമുണ്ട് കോടമ്പാക്കത്തിന്. അതൊരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റപ്പറ്റി കുറേ വീടുകളുണ്ട്. ഇന്ന് അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു, ഒന്ന് ശിവരാജ് കുമാറായിരുന്നു. അങ്ങനെ ഗോപാലൻ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനാണ് പോയി ബോൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ബോൾ തരില്ല, എടുത്ത് വയ്ക്കും. സാറിനൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ, അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. സോ ഇതൊക്കെ ബിഗ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഷാനയുടെ നിന്ന് ഞാൻ ശമ്പളം വാങ്ങുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് ഞാൻ യാത്ര ചെയ്തതും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല, ഈ റിലേഷൻ എന്താണെന്ന്. കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ. സോ ഇതും ഒരു വലിയ സക്സസ്സാണ്. സോ വളരെ സന്തോഷം. ചില വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. സോ അത്രയും ഒരു സന്തോഷമുള്ള ഒരു മൂമെൻ്റാണ്, ഒരു ദിവസമാണ്. സോ താങ്ക് യു എവറിബഡി, എല്ലാവരും, all the co-artists, all my colleagues, thank you so much and lots of love. Merry Christmas and Happy New Year. തീർച്ചയായിട്ടും ഇനി എല്ലാ കണ്ണുകളും കാതുകളും ഒരാളിലേക്ക്, ഒരുപക്ഷെ മലയാള സിനിമയിൽ, ഒരുപക്ഷെ മലയാളിയുടെ ഏതൊരു സന്തോഷത്തിലും സിനിമയിലെ വേഷപ്പകർച്ച കൊണ്ട് ആഘോഷമാക്കി മാറ്റിയ ഒരാൾ, മീശമാധവനായും കല്യാണരാമനായും വാളയാർ പരമശിവമായും ഒക്കെ ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും, ബൊബ സിനിമയിൽ വിനീതേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇത് പുതിയ പിള്ളേരുടെ കാലഘട്ടമാണെന്നുള്ളത്. ഇനി എത്രയൊക്കെ പിള്ളേർ വന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മലയാളി മനസ്സിലെ ആഘോഷങ്ങളുടെ, സന്തോഷങ്ങളുടെ ഒരേ ഒരു ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും ഈ പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്ന് എന്താണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഹിൻ നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ
തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേക്കൂടി ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്നാൽ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞു, ഞങ്ങൾ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും, ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും, കൃഷ്ണമൂർത്തിയെയും, മറ്റുള്ള ബൈജു ബായ്, ഗോപാലേട്ടൻ്റെ മകൻ, അതുപോലെ പ്രവീൺ, ഇവരൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന എസ് ജെ സൂര്യ സാർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക, ഒരു എൻ്റർടൈനർ, അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്, സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയ ഒരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, എസ് ജെ സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് സിനിമയിൽ. ശരണി ചേച്ചി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവർക്ക് അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജുവായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്, പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കണം. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു ദിലീപേട്ട. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മൈക്ക് തന്നായിരിക്കും. നമസ്കാരം.
ഓക്കെ. ദിലീപേട്ട നമസ്കാരം. ഒപ്പം കണ്ടു ഗംഭീരമായിട്ടൊരു എന്താ പറയുക, ഈ പറഞ്ഞ ഒരു ആഘോഷിക്കാൻ പറ്റുന്ന, തിയേറ്ററിൽ നിന്ന് തുള്ളാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായ ഒരുപാട് നല്ല സിനിമയായിരുന്നു. അത് തന്നതിന് താങ്ക് യു. തിരിച്ച് നിങ്ങളോട്, കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ വേർഡ്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ജനങ്ങളായിട്ടുള്ളതിൻ്റെയും നമ്മൾ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണ് നിങ്ങൾ കറക്റ്റായിട്ട് അത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക്, സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഇത് വലിയ കൂട്ടായ്മയാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന, ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ്. എനിവേ താങ്ക്സ്. അതുപോലെ ദിലീപേട്ട ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ തമ്മിലുള്ള കയ്യടിയായിരിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസ്. അപ്പം ഇത്രയും സ്ട്രഗിളിങ് കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വെച്ച് കവിതയൊക്കെ നമുക്ക് കണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടന് കണ്ണു നിറങ്ങിയ നിമിഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകൻ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവം ഉണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ മൊമെന്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല, ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവൽ സീക്വൻസിൽ പാട്ട് ഇടുന്ന വിഷയം. മിസ്റ്റർ ബട്ട്ലറുടെ പാട്ട് ഇടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ്ക്ക് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ അത് കറക്റ്റാവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്, കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനഞ്ജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ടൈലന്റ് വേറെ തരത്തില്ലേ. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത്. 450 എത്ര സെന്റേഴ്സിൽ 450 എത്രയോ സെന്റേഴ്സിലുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരിതാണ്. ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല, നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണല്ലോ സിനിമ. താങ്ക് യു. ഡയറക്ടറോടാണ് എങ്ങനെ ഇപ്പൊ ദിലീപേട്ട ഗ്ലാസ് പോക്കറ്റിലിടുന്ന ഒരു സീനുണ്ട്, അതെങ്ങനെയായിരുന്നു ശരിക്ക്? ചൂടുണ്ടായിരുന്ന
മൊത്തത്തിൽ ചൂടായതുകൊണ്ട് ചൂടാർന്നില്ല. അത് ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ പോക്കറ്റാണ് കണ്ടത്. അതിനകത്ത് വെച്ചപ്പോൾ ഇവരത് ഓക്കെ ആക്കി അങ്ങോട്ട് വിട്ടു. അതാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ കുടിക്കുമ്പോൾ ഇത്തിരി ചൂട് കുറച്ച ചായയൊക്കെ വെക്കുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു. അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടൻ്റെ പാട്ട് തന്നെയായിരുന്നു. 3 4 പാട്ട് വരുന്നു. 3 പാട്ട് ഇല്ല. ആദ്യം നമ്മളിങ്ങനെ ധനിച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി, കാരണം വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ആദ്യം ഇവർ ആ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ടും പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പോൾ ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷേ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാ മോഹൻലാൽ ഫാൻസൊക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പം എല്ലാവർക്കും ആഘോഷമാക്കുക എന്ന് പറയില്ല. അപ്പം യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യുകയും അല്ലെ റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. കുറച്ച് കാലം മുന്നേ ഒരു ഫിലിം അനൗൺസ് ചെയ്ത പറക്കും പപ്പൻ, അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ദൈവം ഗ്രഹിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി സൂപ്പർ ഹീറോ പരിപാടിയാണ്. കാണും. അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു ലോക്കലാണ് പപ്പൻ. ഒരു ലോക്കലാണ്, സാധാരണക്കാരൻ. ലോക്കൽ സൂപ്പർ ഹീറോ. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ് അതിൽ എന്നെ ഹേർട്ട് മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് നോക്കിയൊക്കെ ചെയ്തു. മീൻസ് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ വന്ന എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പം ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിതാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പം അതിന് ശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് ഞകത്ത് നിന്നപ്പോൾ അപ്പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. കണ്ണെപ്പോഴും നിറയുന്ന അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിയലാണ്. നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ. ഡയലോഗ് ഒരിടി തിയേറ്റർ ശരിക്കും കത്തിച്ചു. റിയാസ്ക ശരിക്കും എന്തായിരുന്നു ഇതിന് ചെയ്യാനുണ്ടായ ഒരു കാരണം? ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻസ് ഒക്കെ ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത്. സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം, ഇതൊരു വിഷ്വൽ ഇങ്ങനെ ആയിരിക്കും എന്നറിയാം, പറയാനാണ്. സോ അത് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ദിലീപേട്ടനൊരു കാരണം. ഞാൻ ഏത് പടം ദിലീപേട്ടൻ പിടിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ സൈഡാണ് റിയാസ്ക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ലേ? ഇനി എല്ലാം ദിലീപേട്ടൻ്റെ സൈഡിൽ കൂടെ തന്നെ.
ഉത്തരം ഞാൻ പറയാം. ഞാൻ ആ കാറ് തരില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്തു വെച്ചേക്കത് ചെക്കപ്പാട്ടിന് വേണ്ടേ. ദിലീപേട്ട ആ വണ്ടി ഓടൂല. അതാ ഞാൻ ആ വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ എഞ്ചിനെടുത്ത് മാറ്റി വെച്ച്. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്യും മനസ്സിലായില്ലേ? സെക്കൻഡ് പാർട്ട് നമ്മളൊന്നുമല്ല, നമ്മൾ അതുവരെ കുറെ റെഫറൻസ് കാണിച്ചു. അവിടുന്ന് നമ്മുടെ പടത്തിൻ്റെതായ 2 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ 2 വണ്ടി നമ്മളവിടെ കൊണ്ടുവന്നത്. അങ്ങനെയായിരുന്നു ആ ഐഡിയ. പിന്നെ കാട്ടിൻ്റെ അകത്തായിരുന്നല്ലോ അതിൻ്റെ ചേസും പരിപാടി. അപ്പോൾ കുറച്ച് ഓഫ് റോഡിലൊക്കെ പോകുന്ന രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു വണ്ടി ഉണ്ടാവണം. ഈ പടത്തിലെ വണ്ടി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സമയം നമ്മൾ കുറേ റെഫറൻസും ഒക്കെ കാണിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളതായ ഒരു സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും വിജയ് സാറിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാറ്? ഫാൻ മൂവ്മെന്റ് എന്നുള്ള ഫാൻ ബോയ് എന്ന ലെവലിലാണ് ഇവിടെ പടത്തിൽ വിജയ് സാറിന്റെ പാട്ടുകളായാലും ചില പറയാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിജയ് സാറെ റെഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? വിജയ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണോ അതോ വിജയ് ഫാൻ എന്നുള്ള ലെവലിലാണോ? നമ്മൾ അങ്ങനത്തെ ആളാണല്ലോ, ആ വിജയ് ഫാനാണല്ലോ. അപ്പോൾ പിന്നെ ഈ കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അങ്ങനത്തെ ഇവിടെ വിജയ് സാറിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് അത് റെഫറൻസ് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്ന കേട്ടത് കുറേ റെഫറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു വിജയ് സാറിൻ്റെ പടമാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി റെഫറൻസ് ആൾക്കാർക്ക് കണക്റ്റ് ആവും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തിയ ഒരു നടനാണ്, സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് DVD കാണുന്ന പടം ഗില്ലിയാണ്. അപ്പം അന്ന് മുതലേ ഞാൻ മൂപ്പരുടെ ഫാനാണ്. ഡയറക്ടറിൻ്റെ അടുത്താണ് ഇവിടെ. ഡയറക്ടറിനെ അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ആദ്യ ദിവസം 7 കോടി എന്നുള്ളത്. എമ്പുരാനായിരുന്നു 10 കോടിയിൽ വന്നത്. സെക്കൻഡ് കേരളത്തിൽ ഏറ്റവും ക്രോസ് വന്ന സിനിമ 7 കോടി. പിന്നീടുള്ള ദിവസങ്ങൾ അത് 4 കോടിയിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും തിങ്കളാഴ്ച ആകുമ്പോൾ വീണ്ടും സ്റ്റഡി ആവുന്നു. അതെന്താണെന്ന് പരിശോധിച്ചിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ബോക്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്ന് ഒരു ഉത്തരം പറയാമെന്ന് കരുതിയത്. അതായത് ഡേ 1 7 കോടി രൂപയ്ക്ക് മുകളിൽ, പിന്നീട് അത് 4 കോടി പിന്നെ 3 കോടി സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അതെ സ്ക്രീനിൻ്റെ എണ്ണം കുറച്ച് 2 കാര്യങ്ങളാണ്. 7 കോടി നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മണിക്കൂർ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 17,000 ടിക്കറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് റേറ്റിൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ 24 ഹവേഴ്സിനുള്ളിൽ 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വിറ്റ് കഴിഞ്ഞു. ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു 70% തിയേറ്ററുകളിലുള്ള ആപ്പാണ്. ബാക്കി സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കറ്റും സൊമാറ്റോ പോലെ മറ്റു ആപ്പുകളും ഉണ്ട്. അപ്പം അത് യഥാർത്ഥ കണക്കല്ല. അപ്പോൾ 1,77,000 ടിക്കറ്റ് 24 ഹവേഴ്സിൽ വിറ്റ് കഴിഞ്ഞു. 7 കോടിക്ക് മുകളിൽ ഡേ 1 പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 93 സ്ക്രീൻസ് രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഏത് പടം കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ പടം ഫസ്റ്റ് ഡേ 8 മണിക്കാണ് തുടങ്ങിയത്. രാത്രി ലേറ്റ് നൈറ്റ് ഷോ 250-ലധികം ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. സെക്കൻഡ് ഡേ നമ്മൾ 8 മണിക്കല്ല, സ്വാഭാവികമായിട്ട് 10 മണി തൊട്ടാണ് ഫാൻ ഷോ ഒന്നും ഇല്ലാത്തതിനാൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു 20% ഷോസിൻ്റെ കൗണ്ടിലും കുറവ് വരും, 93 സ്ക്രീനിലും വരും. അതുകൊണ്ടാണ് 4 കോടി എന്നുള്ള സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് 4-ാം തീയതി പിന്നെ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോഴും പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പടം ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായ റിവ്യൂ ബോംബിങ് തന്നെയായിരുന്നു ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ടായിരുന്നു. റിവ്യൂ ബോംബിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നൊരു ചിത്രമാണ്. പക്ഷേ സാധാരണ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് നിങ്ങൾ ഇൻസ്റ്റയിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. പക്ഷേ കടുത്ത ഒരു റിവ്യൂ ബോംബിങ് നേരിട്ടൊരു സിനിമയാണ് എന്ന് പറയുന്ന യാതൊരു ഇതുമില്ല. ഈ ഒരു ബോംബിങ്ങിൻ്റെ വിഷമവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് 1,77,000 ടിക്കറ്റ് വിറ്റിട്ടും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിൻ്റെ എണ്ണം വരുന്ന, പക്ഷേ റേറ്റിംഗ് വരുമ്പോൾ റേറ്റിങ്ങിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നത് കണ്ടപ്പോൾ നമ്മൾ ടെൻഷനായി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ ടെൻഷൻ എന്ന് വെച്ചാൽ ധനഞ്ജയൻ ഡയറക്ടേഴ്സ് മറ്റുള്ളവർ ടെൻഷനായി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോഴും ഗോകുലത്തിൽ നമ്മൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചില പ്രവണതകളുണ്ട് അറിയാം, ചുരുക്കം ചില ഇപ്പം മുൻകാലങ്ങളിൽ ചില സ്വീകരിച്ച സമീപനമാണ്, വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോഴും ഗോപാലൻ സാറിൻ്റെ അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ട് നമ്മളിത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിനിമ നിർമ്മിക്കാൻ വേണ്ടി എത്ര കോടി രൂപയാണെങ്കിലും നമുക്ക് കൊടുക്കാം,
പക്ഷേ സിനിമ നിർമ്മിച്ചതിന് ശേഷം അത് പ്രേക്ഷകരുടെയാണ്. അത് സത്യസന്ധമായ സിനിമയാണെങ്കിൽ അതിൻ്റെ ഒരു നന്മയുണ്ടെങ്കിൽ ആ ചിത്രം തന്നെ കളക്ട് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ, കൃത്രിമമായിട്ട് റേറ്റിംഗ് കാണിക്കാനോ അല്ല മറ്റു രീതിയിൽ ഇത് ചെയ്യാനോ മറ്റു കാര്യങ്ങളിലൊന്നും പൈസ മുടക്കാൻ താല്പര്യമില്ല. കാരണം ഒന്ന് ഗോപാൽ സാറിന് ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ റേറ്റ് തൊട്ട് ഇവിടുത്തെ എല്ലാ റേറ്റും അറിയാവുന്ന ഒരാളാണ്. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സാറിന് അത് ക്ലിയർ ആയിട്ട് വ്യക്തമായ ധാരണ നമ്മൾ കൊടുക്കണം. അതിൻ്റെ അകത്ത് സാർ ഒരു സത്യസന്ധമായ നീതിക്ക് നിരക്കാത്തതാണ് സാറിന് തോന്നുന്നത് ഒരിക്കലും സാർ അംഗീകരിക്കുന്നത്. സാർ എപ്പോഴും പറഞ്ഞതാണ് കോടിക്കണക്കിന് രൂപ നമ്മൾ ചിത്രം നിർമ്മിക്കാൻ ചെലവഴിക്കുക, അത് സ്ക്രീനിൽ കാണാനുണ്ടാവും. പക്ഷേ ചിത്രം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് റേറ്റിങ്ങിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് വേണ്ട. പലരും സാറിനെ ഉപദേശിക്കുന്നുണ്ട് റിവ്യൂ ബോംബിങ്ങിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും അതിനെതിരെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ചിത്രത്തിൻ്റെ ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ ചിത്രം വിജയിക്കും എന്ന് തന്നെയാണ്. നമ്മൾ ആർക്കെതിരെ ഒരു നിയമ നടപടിയോ വൈരാഗ്യ നടപടിയോ ഒന്നുമായിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലം കണ്ടു. കാരണം ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ബബ്ബ. ഇന്നലെയും 3-4 മലയാളം ചിത്രങ്ങൾ, അന്യഭാഷ ചിത്രങ്ങൾ ഉൾപ്പെടെ വേറെ ഹോളിവുഡ് ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും 200-ലധികം തിയേറ്ററുകളിൽ ഇപ്പോഴും ട്രെൻഡിങ്ങിലുണ്ട്. അതായത് 9ാമത്തെ ദിവസം എനിക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് പറയാൻ പറ്റും 8 കോടി ഡിജിറ്റിന് മുകളിലാണ് ഇപ്പോഴും കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 8ാമത്തെ ദിവസം, അതായത് 2ാം വാരം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പറയാനുള്ളൂ, സിനിമ സൂപ്പർ ഹിറ്റാണ് എന്ന് മാത്രമാണ്. അവിടെ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഒന്ന് ക്ലാരിഫിക്കേണ്ട. പൊതുവെ പറയുന്ന ഒരു രീതിയാണ്, ഇപ്പം പറഞ്ഞല്ലോ റിവ്യൂ കൊടുക്കുന്നതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി ബുക്ക് മൈ ഷോയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടായപ്പോൾ, ഗംഭീരമായിട്ട് ഹൈപ്പ്, നല്ല സിനിമയായിട്ടാണ് ഹൈപ്പ് ഉണ്ടാകുന്നത്, നല്ല കളക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചില സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ചില ആളുകൾ, ചില റിവ്യൂ മുമ്പ് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നു ആളുകളെ കയറ്റുന്നുണ്ടാകും. ആ പ്രവണത എന്തായാലും ഗോപാലൻ ചേട്ടൻ ചെയ്യില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഗോകുലം സിനിമ നിർമ്മാണം മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ വളരെ സജീവമായിട്ട് 3 വർഷം ആയിട്ടുള്ളതാണ്. കോവിഡ് ഇറക്കിയ ശേഷം ഉടൻ എന്ന ചിത്രം തൊട്ട് അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നതുമായ അന്യഭാഷ ചിത്രങ്ങളുണ്ട്, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു രീതിയല്ല ആളെ കയറ്റുന്ന രീതി. കാരണം അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്രീ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. കാരണം പടം ആളുകൾ വന്ന് കാണാം, അല്ലെങ്കിൽ നാളെയോ ആളുകൾ പറയും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുക. അതാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം, നമ്മൾ ആളെ കയറ്റി എന്നുള്ളത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ ഉത്തരം മതി. 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ പടം റിലീസാകുന്ന 24 hours വിറ്റ ഒരു ചിത്രത്തിന് ഇപ്പം നിങ്ങൾ ബുക്ക് മൈ ഷോ നിങ്ങളുടെ ഫോണിലുണ്ട് നോക്കിയാൽ കാണാം 34,200 വോട്ടുകളാണ് ഇന്ന് വരെ ചെയ്തേക്കുന്ന ആളുകൾ. നമ്മൾ ആദ്യത്തെ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ, അതായത് പടം ഇറങ്ങി 8 മണിക്ക് തുടങ്ങി ഒരു ഷോ വിടാണ്ട് 2 മണിക്കൂർ 32 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ദൈർഘ്യം. ഇന്റർവെൽ ഉൾപ്പെടെ ആദ്യം ആളുകൾ വെളിയിൽ ഇറങ്ങണ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷെ 9:45 പടത്തിന്റെ ഫുൾ റിവ്യൂ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞ ബുക്ക് മൈ ഷോയിൽ ഉൾപ്പെടെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ കരുതി കൂട്ടി റേറ്റിംഗ്. ഇപ്പം 10ൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കുക, എല്ലാവർക്കും നിങ്ങൾ റേറ്റിംഗ് ചെയ്യുന്നവരാണ്. 10ൽ 1 എന്നുള്ള രീതിയിൽ ബോട്ട്സുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കണ്ടിന്യൂസ് മറ്റുള്ള ഏതോ ആളുകൾ വേറെ ആരോ പേര് ചെയ്ത പോലെ ഇതിനെതിരെ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ചോദിച്ച 1,77,000 ടിക്കറ്റ് എടുത്തതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ ഗോകുലം അല്ല നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു 30,000 ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ മതിയല്ലോ. അത്രയും ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 വേണം മേടിക്കാമായിരുന്നല്ലോ. നമ്മളത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ടിക്കറ്റ് മേടിക്കുന്ന സ്വാഭാവികമായിട്ട് ആ ടിക്കറ്റിൻ്റെ വോട്ട് ഇടാനുള്ള അവകാശം നമുക്ക് തന്നെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ ഒരു ടിക്കറ്റ് പോലും ഈ പടത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ നിങ്ങൾ കൂടുതൽ ആ റിവ്യൂവിലോട്ട് ബുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, ബോട്ട്സിൽ നിന്നും ഐ വാസ് ഓൺ ദ മൂവി എന്താ യാതൊരു സെൻസും ഇല്ലാത്ത രീതിയിലുള്ള റിവ്യൂ ഒക്കെയാണ് ആൾക്കാർ തികയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളിനി ഇപ്പറ നിന്നുകൊണ്ട് എത്ര ആളുകളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് റേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാമ്പയിൻ ഒരിക്കലും വിജയിക്കില്ല. കാരണം അപ്പുറത്തെ പക്ഷം ഇത് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, കച്ചയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലായതുകൊണ്ടാണ് ബുക്ക് മൈ ഷോ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ചിത്രം ട്രെൻഡിങ് ആണ്. ചിത്രത്തിന് ഇപ്പോഴും കളക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഈവനിങ് ഷോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വൺ ഡിമാൻഡ് തന്നെയാണ് ചിത്രത്തിനുള്ളത്. അതുകൊണ്ട് ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനുള്ള 2 ആഴ്ചകളിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം ക്രിസ്മസിന് നമുക്ക് ഏത് സീസൺ ആയാലും നമുക്ക് വേണമെങ്കിൽ സേഫ് സോൺ ആയിട്ട് December 25 ഈ പടം റിലീസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഏറ്റവും നല്ല സേഫ് സോൺ എല്ലാവരും ഫെസ്റ്റിവലിനെ വരുന്നത്. കാരണം പ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുടുംബ പ്രേക്ഷകരും എക്സാമൊക്കെ കഴിയാനായിട്ട് ഫാമിലി വെയിറ്റ് ചെയ്യും. കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ട് വരാമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ
1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫാമിലി ഓഡിയൻസ് വരിക. നമ്മളതിന് വെയിറ്റ് ചെയ്യാതെ, കാരണം നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു യൂത്ത് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ 18-ന് റിലീസ് ചെയ്തത്. ഇനി യഥാർത്ഥ ഫാമിലി ഓഡിയൻസ്, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപേട്ടൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ എപ്പോഴത്തെയും സ്ട്രോങ് ഫോർട്ടായിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ചിത്രത്തിന് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ഇന്നും നാളെ ഈ വരുന്ന വീക്കെൻഡുകളിൽ തീർച്ചയായും ചിത്രത്തിലെത്തി ഇത്ര മറ്റൊരു ലെവലിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുപോകും. 50 കോടിയിൽ നിന്നും 100 കോടി ക്ലബ്ബ് വിദൂരമല്ല എന്നുള്ള 100% കോൺഫിഡൻസിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ദിലീപേട്ട അതിൽ നിന്ന് ചോദിക്കാം. ഇപ്പൊ റിവ്യൂ ബോംബിംഗ് ഇതേപോലെ പ്രേക്ഷകരാണ് സിനിമ തീരുമാനിക്കുന്നത്, വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതുമല്ല. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ട്, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് എന്നാൽ കൊള്ളാമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. കാരണം ഇതേപോലെയുള്ളവർ ഇത് ആദ്യമായി നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പെയ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ അവർക്ക് തോന്നുന്ന അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ദിലീപ് എന്താ പറയുന്നത്? എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത്, ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരുമല്ല, പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര, അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താ. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്ത് കഴിക്കണം, നമ്മളെന്ത് കാണണം, നമ്മളെന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയും. ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ള, ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി തന്നെ സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു, ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടോ, അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT-യിൽ വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയോ, തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അത് എല്ലാ സിനിമകൾക്കും, ഇപ്പം നമ്മൾ പല സിനിമകളും, ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ, പല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ. ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട്, സർക്കാരിനെ ബാധിക്കുന്നില്ല. എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക്, ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ, തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ല. എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര പോർച്ചോട്ടോ ആണ്, ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അതല്ലല്ലോ.
ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ. ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം, പക്ഷെ അതിനേക്കാളായിട്ട് നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളത് കൂടി ഉറപ്പെടുത്തുകയാണ്. സോ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും എന്നുള്ളത് ഉറപ്പെടുത്തിക്കൊണ്ട് യെസ്, താങ്ക് യു. ഒരൊറ്റൊരു ചോദ്യം, നിങ്ങൾ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കാം. യെസ്, ദിലീപേട്ട, ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ ബബ അല്ല ബബ എന്ന് പറയുമ്പോ സോറി അർത്ഥം കണ്ടുവെക്കേണ്ടി ഭയം, ഭക്തി, ബഹുമാനം, പിന്നെ അടുത്ത ബാക്കി സർ ബബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം CID മൂസ. സത്യമാണ്. അതെ. അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് CID മൂസ എന്ന് പറയുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടന് ഏതോ ഒരു പ്രസ് മീറ്റിൽ, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു CID മൂസയുടെ ഒരു പ്രത്യേകത? അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വന്നിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവൊക്കെ അടിക്കൂലേ, പുഴുവൊക്കെ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടേ ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയും ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് അത് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിലൂടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, CID മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ എത്ര ഇപ്പം 2-3 തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. റീ റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മൂസ റീ റിലീസ് ഉണ്ടാവും? വേണം. വേണം. നമ്മളിത് കൊണ്ടുവന്നിട്ട് അവസാനം പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി കാശ് കൊടുക്കാൻ പറ്റാണ്ടായി പോരുത്. ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞാൽ കേട്ടോ ആ പടത്തില്. കാരണം എനിക്കെന്താ പറയുമ്പോ, എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ വരുന്നത്. ഇപ്പൊ ഈ മീശ മാധവന്റെ കാര്യം പറയുകയാണെങ്കിൽ, അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ ലാൽ ജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നുള്ള ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജഗതി ചേട്ടനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരും കൂടിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പോൾ സിനിമകളിൽ പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഴയതും നമ്മൾ എന്തോ വ്യത്യാസമാണ് എന്താണ് സിനിമയിൽ? അല്ല, എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും, എന്നുണ്ടാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഞാൻ കണ്ടതിൽ
എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ല, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ സൈന്യം സിനിമയിൽ ആകെ 2 ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഡയലോഗ് ദിലീപേണ്ണ ഉണ്ടാക്കുന്ന ഈ ലാൽജോ സാർ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടു. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന്? അത് നമ്മൾ ജീവന്മാരുടെ പോരാട്ടം പറയില്ല, അത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ, അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ അപ്പൊ അവിടുന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഏതാണ്? ഒരു റോസാപ്പൂവായിട്ട് ഒരു പെൺകുട്ടീനെ. അന്ന് ഞാൻ സാറിൻ്റെ കൂടെ, ഞാൻ കമൽ സാറിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റൻ്റ് ഡയറക്ടർ തന്നെ. കമൽ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മീറ്റർ മാറി ഇച്ചിരി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണൻ്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ്, കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പോൾ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ അതിൽ നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്. കാരണം അന്ന് എനിക്കത് ഞാൻ ജോർജ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതിന് ഞാൻ ഓക്കെയാണോ? കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്തതാണ് ആ സമയത്ത്. ഇതില് ബബബയില് ഗോപാലൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ കൺവിൻസ് ചെയ്യാൻ പാടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ഇല്ലില്ല, കൺവിൻസിംഗ് ഒന്നുമില്ല. എല്ലാം ധനജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു. പിന്നെ ഇടവും പാലവും ലാലേട്ടനും നമ്മളൊക്കെ നിൽക്കണോണ്ട് പുള്ളി ആ ഹരത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. കണ്ടില്ലേ? കണ്ടു അതാ ചോദിച്ചത്. ആളെ പുള്ളിക്കാരെ കൺവിൻസ് ചെയ്യാൻ വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചു. ഇല്ലില്ല, പൈസ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഡാൻസ് കളിച്ചു. അല്ല, പുള്ളിക്കാരനല്ല പൈസ ഇറക്കണത്. അപ്പൊ അല്ല, അതാ പറഞ്ഞത്, എങ്ങനെയും പെട്ടെന്ന് തീർക്കാന്ന് പറയില്ലേ. 3-4 ദിവസം ബബയുടെ അഴിഞ്ഞാട്ടം സോങ്ങിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഒരു ഡാൻസിന് വേണ്ടി ഇത്രത്തോളം എഫർട്ട് ഇട്ട വേറൊരു സിനിമ ഉണ്ടാവും? അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ, അത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ്. അതേപോലെ സാൻഡി മാസ്റ്ററിന്റെ ക്രൂ തന്നെ അത്രയും ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്കൊന്ന് 7 ദിവസത്തോളം എന്തോ അതിൽ കൂടുതലെന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? 4 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? 3 ദിവസത്തോളം ഷൂട്ടില് 3 ദിവസം അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ അത്രത്തോളം ഒരു എഫേർട്ട് മറ്റേതെങ്കിലും ഒരു ഡാൻസ് സീനിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, സാൻഡി മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു, ഇപ്പുറത്ത് ലാലേട്ടൻ പഠിക്കുന്നു. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 പേരും അത്ര യൂണിഫോമിൽ ചെയ്യണം. ഇവരാണ് ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു. ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. പിന്നെ ഈ മീശമാധവനിലും CD മൂസയിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസിൽ ബല്ല ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കഴിച്ചിലായി കഴിയുമ്പോൾ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാൾ.
ദിലീപേട്ട, last Yes, question. ഞാൻ ഒരിക്കൽ കൂടി ഇടപെട്ടോട്ടെ. Last ചോദ്യങ്ങൾ question. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Last question. ഏറ്റവും ഒടുവിലെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൂടെ അംഗീകരിക്കണം. ദിലീപേട്ട ഇടപെട്ടോട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദിലീപേട്ട, ഇപ്പൊ മലയാളത്തില് ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ സാർ. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾക്ക് വേറൊരു മറ്റൊന്നും പറ്റത്തില്ല. അതേപോലെ ആണ് അദ്ദേഹത്തെ ലെജൻഡാണ്. ഇന്നും റെഫർ ചെയ്യുന്ന സിനിമകളിലെ സ്ക്രിപ്റ്റ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ചിന്തിപ്പിക്കുകയും ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതേപോലെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ഓർമ്മ എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? അല്ല, അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലെ ഒന്നും അല്ല വെച്ചാൽ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ജെന്യുവിനായിട്ടുള്ള ഒരാൾ, മനുഷ്യസ്നേഹി, പിന്നെ നല്ല ചങ്കൂറ്റ ഒരാൾ, പിന്നെന്താ പറയുക, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, നല്ല കലാസ്വാദകൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ സെൻസ്. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ള ഒരു അടുപ്പമുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട്, ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ട് നോക്കൂ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ടപ്പോൾ ചോദിച്ചിട്ട് ഇത് വേറെ തരത്തില്ല. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ. ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലും ഒക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഷൻ എന്ന് പറയുന്ന പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ അതുപോലെ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമയല്ലേ ചെയ്തത്. ആ 2 സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന 2 സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും ശ്രീനിവാസൻ ഒരു എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ്, നമുക്ക് അഭിമാനിക്കാവുന്ന, എടുത്ത് പറയുന്ന, നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനേട്ടൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ആഘോഷത്തിന്റെ ഒരു ദിലീപേട്ട കൈകളോട് ഒരു സെൽഫിയെ നമുക്ക് ഒതുക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് താങ്കൾ ഞങ്ങളെ നോക്കിയോ? യെസ്, സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇപ്പോൾ ഈ ഒരു സമയം ഒരു ആഘോഷ സംഭവമായിട്ട് നമുക്ക് സ്നാക്സ് ഇവിടെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ വേണം നമുക്ക് ഒന്ന് പിരിയാൻ വേണ്ടിയിട്ട്. സോ ഈ ആഘോഷം തുടരട്ടെ. ഈ ഒരു സമയത്തിന് കൂടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.